എന്തൊക്കെ പറഞ്ഞാലും പുഴയോരത്തെ സത്യവതി കൊച്ചമ്മ ഓടുന്നത് കാണാൻ ഒരു പ്രത്യേക ചന്തമായിരുന്നു. പിന്നാലെ ഓടിച്ചെന്ന തൊഴിലാളികൾക്ക് പോലും അത് കണ്ട് ചിരിയാ വന്നത്. അതെയോ? മൂർത്തിയുടെ കാര്യം പിന്നെ പറയാൻ വേണ്ട. തല്ല് വന്നപ്പോ സത്യവതിയും വേണ്ട മേഡവും വേണ്ട, അല്ല മോളിക്കുട്ടി? ആ പിന്നെ എന്തായാലും ആ കാഴ്ച നമുക്ക് രണ്ടുപേർക്ക് നേരിട്ട് കാണാൻ പറ്റിയല്ലോ. അതെ, കൂടുതൽ ചിരിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? ഒന്നും പറ്റാതെ അമ്മയുടെ മുന്നിൽ ഇങ്ങനെ നിക്കല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ പറയുന്നേ? ഓ എന്റെ അമ്മേ, ഒളിച്ചും പാത്തും പതുങ്ങിയും നടന്നാലേ അവരുടെ വൈരാഗ്യം കൂടിക്കൂടി വരത്തേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ കൊണ്ടും കൊടുത്തൊക്കെ നിന്നാലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അവരൊന്നും മടിക്കും. പിന്നെ കാര്യം എന്തായാലും വീട് കത്തിക്കാൻ നമ്മൾ ചെന്ന ചെല്ലല് എല്ലാവരുടെ ഉള്ളിലും പതിഞ്ഞു കിടക്കുന്നുണ്ടാവും. മോളിക്കുട്ടി, എന്ന് കരുതി എപ്പോഴും കാര്യങ്ങൾ നമുക്ക് അനുകൂലമായി വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. കൃഷ്ണേ, ഇനി മുതൽ മോള് തനിച്ച് ഒരിടത്തും പോണ്ട. അത് ശരി. അവരെന്തേലും ചെയ്യുന്നതിന് എന്നെ എന്തിനാ നിയന്ത്രിക്കുന്നേ? നിന്നെ നിയന്ത്രിക്കാനാണോ? നിന്റെ കാര്യത്തില് ഇത്തിരി പേടിയുള്ളോണ്ടല്ലേ പറയുന്നേ. പുറത്തു പോകുമ്പോ ഒന്നുകിൽ ഗോപാലേട്ടന്റെ കൂടെ അല്ലെങ്കിൽ മോളിക്കുട്ടിയുടെ കൂടെ, അതാ പറഞ്ഞത്. അല്ലാതെ നിന്നെ ഇവിടെ കെട്ടിപ്പൂട്ടിയിടാനൊന്നും അല്ല. അയ്യോ, ഇങ്ങനെ ദേഷ്യപ്പെടാതെ എന്റെ സുനന്ദ കൊച്ചേ. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ മനസ്സിലൊരു ചെറിയ വൈരാഗ്യമോ വിഷമോ ഒക്കെ തോന്നിയ അത് കുറച്ചു നേരം കഴിയുമ്പോൾ മാറും. പക്ഷേ അങ്ങനല്ല അവരുടെയൊക്കെ സ്ഥിതി. നമ്മുടെ കയ്യിൽ നിന്നല്ല, നാട്ടുകാരുടെ കയ്യിൽ നിന്നൊരടി കിട്ടിയാൽ പോലും അതിന്റെ പ്രതികാരം നമ്മളോടായിരിക്കും സൂക്ഷിക്കുക. സൂക്ഷിച്ചും കണ്ട് നിന്നൂന്ന് വെച്ച് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. ഞാൻ നോക്കിക്കോളാം തങ്കം. എന്തായാലും കീഴടങ്ങി കൊടുക്കാൻ പറ്റില്ല. ആ, ചില നേരത്ത് ചിലത് തിരിച്ചു കൊടുത്തേ പറ്റൂ. അല്ലെങ്കിൽ ശ്രീനിവാസ് സാറ് തിരിച്ചു വരുന്നത് വരെ നമ്മളെ ഈ നാട്ടിൽ നിർത്താൻ അവര് സമ്മതിക്കില്ല. അച്ഛൻ ഇറങ്ങുന്നത് വരെ നമ്മൾ ഈ നാട്ടിൽ തന്നെ കഴിയും. അതിനി ആരെന്ത് വേഷം കെട്ടിറക്കിയാലും. അവരുടെ കൂടെ പോലീസോ ഗുണ്ടകളോ ആര് വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ. നമ്മളെ സ്നേഹിക്കുന്ന കുറെ മനുഷ്യരുണ്ടല്ലോ, നമുക്ക് അവരുടെ പിന്തുണ മതി. അയ്യോ, അമ്മേ. വാ മോളെ, വാ. ഭാഗ്യക്കുറി വേണോ? ഭാഗ്യക്കുറി, ഭാഗ്യക്കുറി വേണോ? ഏത് സമയത്തും കിട്ടാം, എങ്ങനെ വേണമെങ്കിലും കിട്ടാം. ഭാഗ്യം വേണ്ടവര് പറയണേ. വാ വാ. എന്താടാ ഗോപാല, എന്താ നിന്റെ വരവിന്റെ ഉദ്ദേശം? അയ്യോ, അങ്ങനെയൊന്നും ഇല്ല സാറേ. ഞങ്ങള് ഭാഗ്യം വെക്കുന്നവരല്ലേ. അപ്പൊ ഭാഗ്യവാന്മാരായ ആളുകളെ കാണുമ്പോ വല്ലാത്തൊരു സന്തോഷമല്ലേ സാറേ? നീ എന്താ കളിയാക്കോ അല്ലേ? അയ്യോ, അത് ഇത്രയും നേരമായിട്ട് മനസ്സിലായില്ലേ? എടോ മൂർത്തി, താൻ ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങി നിൽക്കുന്ന കാണണമെങ്കിലേ കവല ചെന്ന് നിന്നാ പറ്റില്ലല്ലോ. ഇങ്ങോട്ട് തന്നെ വരണ്ടേ? ആ കാഴ്ച ഒന്ന് കാണാൻ തന്നെയാടോ ഇങ്ങോട്ട് വന്നേ.